സകല ചരാചരങ്ങളും ഒരാശുപത്രി ഇല്ലാതെ, ഒരു ഡോക്ടറും ഇല്ലാതെ, ഒരു മരുന്നും ഇല്ലാതെ സുഖമായി ജീവിക്കുന്നുണ്ട്. പിന്നെ മനുഷ്യന് ഇത് പറ്റിയത്? എന്താ പറ്റിയത്? മനുഷ്യന് മാത്രം എന്താ പറ്റിയത്? അല്ലേ? കാട്ടിലെ മൃഗങ്ങൾക്ക് എന്ത് മരുന്നാണ് ഉള്ളത്? ഏത് ആശുപത്രിയാണ് ഉള്ളത്? പുലി പ്രസവിച്ചു കഴിഞ്ഞ ഉടനെ പുലിക്കുട്ടികൾക്ക് വാക്സിൻ കൊടുക്കാൻ പോകുന്ന ആരോഗ്യ പ്രവർത്തകരെവിടെയാണ് ഉള്ളത്? ഒന്നുമില്ലല്ലോ. ഒരു വാക്സിനും ഇല്ല, ഒരു മരുന്നും ഇല്ല. വീണ് പരിക്ക് പറ്റി, കൈയൊടിഞ്ഞു, കാലൊടിഞ്ഞു, അത് വേറൊരു ഗണത്തിൽ കൂട്ടണം. റോഡ് ആക്സിഡൻറ്റും ഒക്കെ വേറൊരു ഗുണത്തിൽ കൂട്ടണം. അതിന് പുറത്തു നിന്നുള്ള സഹായം ആവശ്യമായിട്ട് വന്നേക്കാം. പക്ഷെ അപ്പോഴും നൂറ്റാണ്ടുകളായിട്ട് യുദ്ധങ്ങൾ നടന്നു, വീഴ്ചകൾ നടന്നു, എന്തെല്ലാം തരത്തിലുള്ള അപകടങ്ങൾ മനുഷ്യർക്കുണ്ടായിട്ടുണ്ട്. മരത്തെ കയറി നടന്നിരുന്ന കാലത്ത് ഇതിനേക്കാൾ കൂടുതൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വീണവരെല്ലാം കൈയൊടിഞ്ഞ് കാലൊടിഞ്ഞ് ചത്തുപോയതേ ഉള്ളൂ. അതിനൊന്നും ചികിത്സ ഇല്ലായിരുന്നു. ഇപ്പോഴും പാലക്കാട് പൊള്ളാച്ചി റൂട്ടിലെ ഗോവിന്ദാപുരം ഭാഗത്ത് കുടിലുകളുടെ മുമ്പിൽ രാവിലെ തുടങ്ങി ചില ആളുകൾ ഇരിക്കും. അവരൊരു വശത്ത് ഒരു ചെറിയ കുന്നുപോലെ പ്ലാസ്റ്ററുകൾ വെട്ടിയത് അഴിച്ചിട്ടിട്ടുണ്ട്. ആശുപത്രി 2-3 പ്രാവശ്യമൊക്കെ ഒടിച്ച് നേരെയാക്കാൻ നോക്കുന്ന ഒടിവുകൾ അവരതെല്ലാം അഴിച്ചു മാറ്റിയ പ്ലാസ്റ്ററെല്ലാം കളഞ്ഞിട്ട് കുറച്ച് എണ്ണയിട്ട് തിരുമ്മി ഒരു വടിയൊക്കെ വെച്ച് കെട്ടിവിടും. ആശുപത്രികൾക്ക് സാധിക്കാത്ത ഒടിവുകൾ പോലും അവർ നേരെയാക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിഷഹാരികൾ. ആഴ്ചയിലൊന്ന് പത്രങ്ങളിൽ പാമ്പ് കടിച്ച് മരിച്ചു എന്ന് പറഞ്ഞ ഫോട്ടോയും വാർത്തയും വരുന്നുണ്ട്. എല്ലാം ആശുപത്രിയിൽ പോയി കിടന്ന് ഒരാഴ്ച, 2 ആഴ്ച, 1 മാസമായിട്ട് ട്രീറ്റ്മെൻറ്റിലായിരുന്നു എന്നൊക്കെയാണ് വാർത്ത വായിച്ചാൽ കാണാൻ പറ്റുക. അത് ഏതെങ്കിലും ഒരു വിഷഹാരിയുടെ പരമ്പരാഗത ചികിത്സകൻ്റെ ഭാഗത്തായിരുന്നെങ്കിൽ തീർന്നു, അയാളുടെ ജീവിതം തീർന്നു. പാമ്പ് കടിച്ചു, ഞങ്ങളുടെ കയ്യിൽ അത്ഭുതകരമായി ശാസ്ത്രീയമായ ആൻറ്റിവെനം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 100 പേരെ പാമ്പ് കടിച്ച് 20 പേര് മരിക്കുന്നു. ഇപ്പോഴും 100 പാമ്പ് കടിച്ചാൽ 20 മരണം എന്ന രീതിയിൽ നടക്കുന്നു എന്നുള്ളതാണ് സത്യം. പരമ്പരാഗത വിഷകാരി ചികിത്സകൾ എന്തെങ്കിലും കൊടുത്താൽ വാങ്ങുമെന്നല്ലാതെ പിന്നെ ഫീസ് ഇവിടെ വെക്കണം എന്നില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഇതെല്ലാം വലിയൊരു ബിസിനസ്സിൻ്റെ ഭാഗമാണ്, ഒരു ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് പരമാവധി വിൽപ്പന നടക്കുക എന്നുള്ളതാണ് ഏത് മേഖലയിലായാലും. അതുകൊണ്ട് പാമ്പ് കൂടുതലാളെ കടിക്കണം, നായ കൂടുതലാളെ കടിക്കണം, പാമ്പ് കടിക്കുന്ന എല്ലാവരും ഇങ്ങോട്ട് തന്നെ വരണം, അങ്ങനെയൊക്കെയുള്ള നിർബന്ധങ്ങളാണ് ആ ഒരു ഇൻഡസ്ട്രിയൽ രീതിയിലേക്ക് വന്നു കഴിയുമ്പോൾ, കമേഴ്ഷ്യലായി കഴിയുമ്പോൾ, മാർക്കറ്റിംഗ് വന്നു കഴിയുമ്പോൾ സംഭവിക്കുന്നത്. ഈ ഒരു 50 കൊല്ലം മുമ്പ് വരെ ലോകത്ത് മനുഷ്യൻ ജീവിച്ചിരുന്നു, നൂറ്റാണ്ടുകളായിട്ട് ജീവിച്ചിരുന്നു, ആരോഗ്യകരമായി തന്നെ ജീവിച്ചിരുന്നു. വേണമെങ്കിൽ അവർക്ക് പറയാൻ സാധിക്കുന്നത് ആ സമയത്ത് മനുഷ്യൻ്റെ ആയുസ് 47 വയസ്സായിരുന്നു. ഞങ്ങളുടെ മരുന്നൊക്കെ വന്നതിന് ശേഷമാണ് ആളുകളുടെ ആയുർദൈർഘ്യം ഇപ്പോൾ 74ലേക്ക് വന്നിട്ടുള്ളത്. എന്താണ് സത്യം? നിങ്ങളിൽ എത്ര പേരുടെ അച്ഛനും അമ്മയും 47 വയസ്സിൽ മരിച്ചു പോയിട്ടുണ്ട്? എത്ര പേരുടെ അപ്പൂപ്പനും അമ്മൂമ്മയും 47 വയസ്സിൽ മരിച്ചു പോയിട്ടുണ്ട്? അങ്ങനെയായിരുന്നെങ്കിൽ നമ്മൾ പലരും ഇവിടെ ഇരിക്കില്ലായിരുന്നു, ജനിക്കുക പോലും ഇല്ലായിരുന്നു. അപ്പം സത്യം എന്താണ്? ആധാർ വന്നു. ഇപ്പോഴും എല്ലാവരുടെ കയ്യിലും ആധാറായിട്ടുണ്ടോ? ഇന്ത്യയിലെ ഇല്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ഇപ്പോഴും എല്ലാ കുട്ടികളും സ്കൂളിൽ പോകുന്നുണ്ടോ? കേരളത്തിലുണ്ടാവും, ഉത്തരേന്ത്യയൊന്നും ഇപ്പോഴും ആയിട്ടില്ല. ദളിതർക്ക് വോട്ടുണ്ടായിരുന്നോ? സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ദളിതർക്ക്, ജനകോടികൾ വരുന്ന, ബഹുഭൂരിപക്ഷം വരുന്ന ദളിതർക്കൊന്നും വോട്ടുണ്ടായിരുന്നില്ല. അവരൊന്നും ലിസ്റ്റിലില്ലാത്തവരാണ്. അവർ തെരുവിൽ നായ ജനിച്ച് മരിക്കുന്ന പോലെ ഈ ഭൂലോകത്ത് ജീവിച്ചു പോയവരാണ്. അവരൊന്നും ഇവരുടെ ലിസ്റ്റില്ല. ആകെ വോട്ടുള്ളത് ജന്മിമാർക്ക്, കരമടക്കുന്നവർക്ക് മാത്രമായിരുന്നു. സർക്കാരിൻ്റെ കയ്യിലുള്ള രേഖകൾ അതൊക്കെ ഉള്ളൂ. അത് വെച്ച് നോക്കുമ്പോൾ
അപ്പോൾ പോലും ഈ പറയുന്ന കണക്ക് കള്ളക്കണക്കാണ്. പിന്നെ ഒരു കണക്ക്, സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ളൊരു കണക്കെന്ന് പറയുന്നത് 10 പേര്, 10 പേരുടെയും പ്രായം കൂട്ടി ആ തുകയെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ് പെർ ക്യാപിറ്റ ആവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി എന്നുള്ളത്. 10 പേരുടെയും വയസ്സ് ഒന്നിച്ചു കൂട്ടും, എന്നിട്ട് അതിനെ 10 കൊണ്ട് ഹരിക്കും. അപ്പോൾ 9 കുട്ടികൾ ജനിച്ച് 1 വർഷം തികഞ്ഞപ്പോൾ മരിച്ചു. കുട്ടികളുടെ മരണം വളരെ കൂടുതലായിരുന്നു. ഒരപ്പൂപ്പൻ 100ാമത്തെ വയസ്സിലും മരിച്ചു. ഇപ്പോൾ ഇവരുടെ ശരാശരി ഇവരെത്ര ദിവസം ജീവിച്ചു? 11 എത്തിയില്ല. 11 വയസ്സ് തികയാണ്ട് ഇവരൊക്കെ ഈ ഇന്ത്യയിലെ സകല ജനങ്ങളും 11 വയസ്സിന് താഴെ മരിച്ചു പോയേക്കാണ്. 11 വയസ്സ് എത്തിയിട്ടില്ല. ശരിയല്ലേ? ശരിയല്ലേ? ഈ കള്ളക്കണക്കാണ്. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് നമുക്കെല്ലാം ആയുസ് 37 വയസ്സായിരുന്നു, 47 വയസ്സായിരുന്നു. ഞങ്ങളുടെ മരുന്ന് കയറിയിട്ടാണ് ആയുസ് കൂടിയത്. അപ്പം മരുന്ന് കഴിക്കുന്നവർക്കാണ് ആയുസ് കൂടുതലുണ്ടാവുക അല്ലേ? കൂടുതൽ വാക്സിൻ കുത്തുക, മരുന്ന് കൂടുതൽ കഴിക്കുക, അവരെല്ലാം കൂടുതൽ ദീർഘായുസ്സോടെ ജീവിക്കും. അപ്പം നമ്മളുടെ ഒരു വിചാരം, ഡോക്ടർമാർക്ക് ആരോഗ്യത്തെക്കുറിച്ചറിയാം, രോഗത്തെക്കുറിച്ചറിയാം, മരുന്നുകളെക്കുറിച്ചറിയാം, ചികിത്സിക്കാനറിയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെല്ലുമ്പോൾ ആ മരുന്ന് നീ തുടങ്ങി കഴിക്കണ്ട കേട്ടോ, അത് നിരോധിച്ചിട്ടുണ്ട്, ഈ മരുന്ന് കഴിച്ചു. മരുന്നിനെ കുറിച്ച് നന്നായിട്ട് അറിയാമെങ്കിൽ ഈ ഗതികേട് ഡോക്ടർക്ക് വരുമോ? 6,000-ഓളം മരുന്നുകളാണ് ഇന്ത്യ ഗവൺമെന്റ് മോഡി വന്ന സമയത്ത് ഒറ്റയടിക്ക് നിരോധിച്ചത്. ഇതെങ്ങാനും പ്രകൃതി ചികിത്സയിലോ ആയുർവേദത്തിലോ ഹോമിയോയിലോ സിദ്ധയിലോ ആയിരുന്നെങ്കിലോ 6,000 വേണ്ട, 6 പ്രയോഗങ്ങൾ മരുന്നുകൾ നിരോധിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നേനെ ഭൂകമ്പം. പത്രക്കാരും ചാനലുകാരും എന്ത് കാണിച്ചു കൂട്ടിയാലേ. പ്രകൃതി ചികിത്സയെക്കുറിച്ചൊരു വലിയ ആക്ഷേപം. ഞങ്ങൾക്കൊരു സംവാദം ഉണ്ടായി ഡോക്ടർ KP മോഹനനുമായിട്ട്, യുക്തിവാദി സമ്മേളനം തൊടുപുഴ ടൗൺ ഹാളിൽ. അദ്ദേഹം പറഞ്ഞു, ഈ പ്രകൃതി ചികിത്സയുടെ കാര്യങ്ങൾ 10,000-50,000 കൊല്ലമായി ഒരു വ്യത്യാസമില്ലാതെ, ഒരു മാറ്റമില്ലാതെ തുടരുകയാണെന്ന് പറഞ്ഞാൽ തന്നെ മോശമല്ലേ? 50,000 കൊല്ലട്ട് ഒരു മാറ്റമില്ലാണ്ട് നടക്കുകയാണേ, അത് തന്നെ മോശമല്ലേ? ഞാൻ പറഞ്ഞു, മാറ്റേണ്ടതല്ലേ മാറ്റേണ്ട കാര്യമുള്ളൂ, ശരിയല്ലാത്തതല്ലേ ശരിയിലേക്ക് മാറ്റേണ്ട കാര്യമുള്ളൂ. നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് ഈ ആഴ്ച ഉപയോഗിച്ച മരുന്ന് അടുത്ത ആഴ്ച ഉപയോഗിക്കാൻ പറ്റില്ല, അപ്പോഴേക്കും നിരോധിക്കും. അത് അടുത്ത ആഴ്ച ഉപയോഗിക്കുന്നത് പിറ്റത്തെ ആഴ്ച ഉപയോഗിക്കാൻ പറ്റില്ല, അപ്പോഴേക്കും നിരോധിക്കും. ആളെ കൊല്ലുന്നു, ഹൃദ്രോഗം ഉണ്ടാക്കുന്നു, ക്യാൻസർ ഉണ്ടാക്കുന്നു എന്ന് കാണുന്നത് കൊണ്ടാണ് ഈ മരുന്നുകളിൽ നല്ലൊരു ശതമാനം നിരോധിക്കുന്നത്. ഞങ്ങളുടെ പ്രകൃതി രീതികൾക്ക് അത് വേണ്ട. പച്ചവെള്ളം നിരോധിക്കുക ലോകത്ത്. അലോപ്പതിക്കാർ നിരോധിക്കാൻ നോക്കുന്നുണ്ട്, ചൂടുവെള്ളമേ പാടുള്ളൂ, പച്ചവെള്ളം പാടില്ല, കുടിക്കരുത്. പച്ചവെള്ളത്തിൽ അണുക്കളുണ്ട്, പച്ചവെള്ളം കുടിക്കുമ്പോൾ അണുക്കൾ നമ്മുടെ ഉള്ളിലേക്ക് കയറിപ്പോവും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പച്ചവായു ശ്വസിക്കരുത്, തിളപ്പിച്ചാറ്റിയ വായുവേ ശ്വസിക്കാവൂ. ഈ വായുവിലൂടെ അണുക്കൾ കയറിപ്പോവില്ലേ? തടയണ്ടേ? വേണ്ടിവരില്ലേ? വാ തുറക്കുമ്പോൾ വായിലൂടെ അണുക്കൾ വായുവൊന്നും കയറിപ്പോകില്ലേ? അപ്പോൾ ഇവിടെ ഒരു ഹീറ്റർ വെച്ച് ചൂടുവായു മാത്രം കടത്തിവിടുന്ന ഏർപ്പാട് ചെയ്യണ്ടേ? ഈ ചില മാളുകളിലൊക്കെ കയറുമ്പോൾ ഡോറിൻ്റെ അവിടെ നിന്ന് ശക്തിയായി കാറ്റ് താഴേക്ക് വായു അടിക്കുന്ന, ഇവിടെ നിന്നുള്ള തണുത്ത വായു പുറത്തേക്ക് പോകില്ല. അതുപോലെ എന്തെങ്കിലും പണി ചെയ്തു വെക്കണ്ടേ? ശരീരത്തെ രക്ഷിക്കണ്ടേ? എവിടെയൊക്കെ ദ്വാരം ഉണ്ടോ അവിടെയെല്ലാം എന്തെങ്കിലും ഒരു ടാപ്പിട്ട് മുറുക്കുകയോ അടുപ്പിട്ട് മൂടുകയോ ഒക്കെ ചെയ്യണ്ടേ? രക്ഷിക്കണ്ടേ? അണുക്കളിൽ നിന്ന് രക്ഷിക്കണ്ടേ? പിന്നെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അണുക്കൾ പെരുകുന്ന രോഗം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ആളുകൾ തലയ്ക്ക് വെളിയില്ലാണ്ട് പറമ്പിൽ കൊണ്ടുപോയിട്ട് വിസർജിച്ചിരുന്നതുകൊണ്ടല്ലേ? മലം കഴുന്നിടത്തൊക്കെ വിസർജിച്ചുകൊണ്ടല്ലേ രോഗം ഉണ്ടായിരുന്നത്? അലോപ്പതിക്കാർ നമ്മളെ പഠിപ്പിച്ചു, പുറത്തെങ്കും കൊണ്ടുപോയി കളയരുത്, പെരക്കകത്ത് തന്നെ ഭദ്രമായി കെട്ടിപ്പൊതിഞ്ഞ് സൂക്ഷിക്കണം അല്ലേ? നമ്മുടെ വീടുകളിൽ എവിടെയെങ്കിലും ബാർ അറ്റാച്ച്ഡ് എന്ന് പറഞ്ഞതുപോലെ ബാത്ത് അറ്റാച്ച്ഡ് ഉണ്ടായിരുന്നോ? ഇല്ല. എന്നിട്ട് സകലരും പറമ്പിൽ പോയി 1-2 കഴിച്ചിരുന്നിടത്ത് നിന്ന് നമ്മൾ ടോയ്ലറ്റിൽ മാത്രം കഴിക്കുന്ന രീതി പുരോഗമിച്ചു. രോഗം കൂടിയോ കുറഞ്ഞോ? സകലരും രോഗികളാണിപ്പോൾ.
രോഗമില്ലാതെ ജീവിക്കുന്നത് ഞങ്ങൾ പ്രകൃതിചികിത്സക്കാർ മാത്രമാണ്. സകലരും രോഗികളാണ്. ഇപ്പം ഇവർ പറഞ്ഞ പോലെ പുറത്ത് മലശോധന നടത്തുന്നതുകൊണ്ടാണ് രോഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നതെങ്കിൽ അത് നിർത്തിയപ്പോൾ രോഗങ്ങൾ കുറയേണ്ടതല്ലേ? ഇനി മനുഷ്യന്റെ മലത്തിൽ നിന്ന് മാത്രമേ കുഴപ്പമുണ്ടാവുള്ളൂ. നായ, കോഴി, കാക്ക, പൂച്ച, സകല ജീവികളും ഓപ്പൺ എയറിൽ വിസർജിക്കുകയാണ്. അപ്പൊ അതിൽ നിന്നൊന്നും രോഗം ഉണ്ടാവില്ലേ? ഉടനടി ഇന്ത്യ ഗവൺമെന്റ് ഒരു പദ്ധതി ഉണ്ടാക്കണം, അല്ലെങ്കിൽ ലോകാരോഗ്യ സംഘടനയോ ലോക ബാങ്കോ ഒരു ധനസഹായം ചെയ്തിട്ട് സകല ജീവികൾക്കും ഒരു മൊബൈൽ യൂണിറ്റ് ശേഖരിക്കാൻ. മനുഷ്യനെ രക്ഷിക്കണ്ടേ? ആരോഗ്യം രക്ഷിക്കണ്ടേ? അതാണോ നമ്മളെ രോഗികളാക്കിയത്? എന്താണ് നമ്മളെ രോഗികളാക്കിയത്? ഈ കഴിഞ്ഞ 50 കൊല്ലത്തിനുള്ളിൽ രോഗമില്ലാതെ ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത രീതിയിൽ നമ്മെ രോഗികളാക്കിയത് എന്താണ്? മരുന്നിനു വേണ്ടി നമ്മുടെ ശരീരത്തിൽ ഡൈജഷന്റെ ദഹനത്തിന്റെ പാകം ശരിയാകാത്ത രീതിയിൽ, ശരിയായി ദഹിക്കാനാവാത്ത രീതിയിൽ ചെന്ന ഭക്ഷണപാനീയങ്ങൾ, അതിൽ നിന്ന് തുടങ്ങിയുണ്ടായ അസ്വസ്ഥതകൾക്ക് നമ്മൾ പോയി വാങ്ങിച്ചു കഴിച്ച മരുന്നുകൾ, പിന്നെ സസ്യങ്ങളുടെ രോഗത്തിന് വേണ്ടി അവർ കൊണ്ടുവന്ന ഇംഗ്ലീഷ് മരുന്നുകൾ. സസ്യങ്ങളുടെ രോഗത്തിനുള്ള ഇംഗ്ലീഷ് മരുന്നുകൾ എന്താ സാധനം? കീടനാശിനികൾ. അത് കലർന്ന ഭക്ഷണ സാധനങ്ങൾ, രണ്ടും ഇംഗ്ലീഷ് മരുന്ന് തന്നെ. ഒരേ മരുന്നുകളുടെ അതേ കെമിക്കലുകൾ തന്നെയാണ് കീടനാശിനികൾക്കും. ഇതാണ് നമ്മൾ രോഗികളാകാനായിട്ട് വഴിതെളിച്ചത്. എന്ന് നമ്മൾ തവിട് കളഞ്ഞ ഉണക്കലരി മാറ്റി പുഴുക്കലരിയാക്കാൻ തുടങ്ങിയോ, അവിടെ ദഹനത്തിന് ചെറിയ കുഴപ്പങ്ങൾ വന്നു. നന്നായി പണിയെടുത്തിരുന്ന, കുനിഞ്ഞു നിന്ന് മുറ്റാടിച്ചിരുന്ന, അരച്ചിരുന്ന, വെള്ളം കിണറ്റിൽ നിന്ന് കോരിയിരുന്ന, തുണി അലക്കിയിരുന്ന നമ്മുടെ അമ്മമാർക്കൊന്നും ഗ്യാസ് ട്രബിളും ഉണ്ടായിരുന്നില്ല, മലബന്ധവും ഉണ്ടായിരുന്നില്ല. ഉയർന്ന തറവാട്ടിലെ ചിലരൊക്കെ പൈൽസ്, പ്രഷർ, ഹാർട്ട് എന്നൊക്കെ പറയാൻ തുടങ്ങുന്നത് തന്നെ 1970 ശേഷമാണ്. പിന്നെ പാടത്തിന്റെ വരമ്പത്ത് ഓലക്കുടയും ചൂടി കൊടവയറും കുമ്പയും കുടമയും ഒക്കെയായി നിന്നിരുന്ന തിരുമേനിയും പാടത്തിന്റെ വരമ്പത്ത് മാടനടിയേറ്റ് ഉരുണ്ടു വീണതായിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷെ ചെറുമക്കള് കാലത്തെ പഴങ്കഞ്ഞി ഉണ്ടെങ്കിൽ മോന്തും, ഉച്ചയ്ക്ക് തമ്പ്രാന്റെ വീട്ടിൽ നിന്ന് ഒരു കുന്ന് ചോറും ഒരു പുഴുക്കും, അവിടെ വേണ്ടാത്തതെല്ലാം കൂടി വെട്ടിക്കൂട്ടിയത്, വൈകിട്ട് വീട്ടിൽ വന്ന് ചാളയിൽ വന്ന് കുടിയിൽ വന്ന് ഒരു കഞ്ഞിയും ഒരു ചമ്മന്തിയും അല്ലെങ്കിൽ ഒരു മുളകും മാത്രം കഴിച്ച് നൂറ്റാണ്ടുകളായിട്ട് വന്ന ചെറുമക്കള് 80-90 വയസ്സിലും തൂമ്പാപ്പണി എടുത്തിരുന്ന നാടാണിത്. എന്നിട്ടാണ് അവർ പറയണത് 47 വയസ്സിൽ എല്ലാവരും ചത്തുപോയിക്കൊണ്ടിരുന്നു. എൻ്റെ വീട്ടിൽ വന്നിരുന്ന കൊച്ചാലിപ്പുലയാണ്. 90 വയസ്സായി, വയ്യ, തൂമ്പയെ കൊണ്ട് വന്നാലും വരും. അമ്മ പറയും, എന്തിനാണ്, സാരില്ല, നമ്മളിവിടെ വന്നപ്പോൾ തുടങ്ങി, അങ്ങേര് നമ്മളിവിടെ ഉള്ളതല്ലേ, എന്താ വെച്ചാൽ ചെയ്യട്ടെ, പുല്ലെങ്കിലും പറിക്കട്ടെ, എന്താ വെച്ചാൽ കൂലി കൊടുത്തേക്ക്, ഭക്ഷണവും കൊടുക്കുക. അങ്ങനെ വീണു മരിക്കുന്നത് വരെ പണിയെടുത്തിരുന്ന നമ്മുടെ പൂർവികര്. നമുക്ക് ചാട്ടം പിഴച്ചത് നമ്മൾ തെറ്റായ ഭക്ഷണം, കൃത്രിമത്വം വരുത്തിയ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയതോടെ എന്ത് പറ്റി? ദഹനം ശരിയാവാതെയായി. ഇപ്പൊ മലബന്ധം പിടിച്ചു, ഗ്യാസ് ട്രബിൾ വന്നു, കഫം കെട്ടാൻ തുടങ്ങി. മൈദ കഴിച്ചാൽ കഫക്കെട്ട്, പഞ്ചസാര കഴിച്ചാൽ നീർക്കെട്ട്, കഫക്കെട്ട്. ഇതാണ് നീർക്കെട്ടാണ്. മൈദ, പഞ്ചസാര, വനസ്പതി, ചായ, കാപ്പി, ഇതുപോലുള്ള നെഗറ്റീവായ സാധനങ്ങൾ കഴിച്ചാൽ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകും, കഫക്കെട്ടും ഉണ്ടാകും. ഈ നീർക്കെട്ടും കഫക്കെട്ടും പിന്നെ മലക്കെട്ടും അതും കൂടി ആകുമ്പോൾ സർക്കിള് പൂർത്തിയായി. രോഗത്തിൻ്റെ അടിത്തറ അവിടെ തുടങ്ങി. അപ്പോഴും എന്തുകൊണ്ട് ഈ കുഴപ്പം എൻ്റെ വയറിനുണ്ടായി? ദഹിപ്പിക്കാൻ സാധ്യമല്ലാത്ത ദഹനപ്രയാസമുള്ള
ദഹിപ്പിച്ചാൽ മോശം സാധനങ്ങൾ ഉണ്ടായി പോകുന്ന ഭക്ഷണപാനീയങ്ങളാണോ ഞാൻ കഴിക്കുന്നതെന്ന് ആലോചിച്ചില്ല. അങ്ങനെ ആലോചിക്കാൻ ആരും നമ്മെ പ്രേരിപ്പിച്ചില്ല. അതിന് പകരം അവർ നമുക്ക് ചിലത് വിൽക്കാൻ തുടങ്ങി. വിൽപ്പന തുടങ്ങുന്നത് അവിടെയാണ്. ഒരു കൊച്ചു കുഞ്ഞിന് മരുന്നിൻ്റെ വിൽപ്പന തുടങ്ങുന്നത് ആ കൊച്ചിന് കഫക്കെട്ട് വരുമ്പോഴാണ്. മുമ്പ് മമ്മിമാര് കാലിലിരുത്തി അപ്പീടും മുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടിയെ, ഇപ്പോഴത്തെ മമ്മിക്ക് അതിനുണ്ടോ നേരം? കുട്ടി വയറ്റിൽ നിന്ന് പോകണുണ്ടോയെന്ന് പോലും അമ്മമാർക്കൊന്നും അറിഞ്ഞുകൂടാ. ടോയ്ലറ്റിലോട്ട് പോകുന്നത് കാണും, പോരുന്നതും കാണും. അപ്പോൾ ഈ കഫക്കെട്ട് അതിന് നൽകുന്ന മരുന്നുകളാണ് നാശം ഉണ്ടാക്കുന്നത്. ജലദോഷ മരുന്നുകൾ, മൂക്കടപ്പിനുള്ള ഡീകൺജസ്റ്റൻസ്, ക്യാൻസർ വരെ ഉണ്ടാക്കുന്ന മരുന്നുകളാണ്. മൂക്കടപ്പിന് തരുന്ന മരുന്നുകൾ BP കൂട്ടുന്നവയാണ്, ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ടാക്കുന്നവയാണ്, ക്യാൻസർ വരെ ഉണ്ടാക്കുന്ന മരുന്നുകളാണ്. ഒരു ശരീരത്തിൻ്റെ താളം തകർക്കാൻ, ദഹനതാളം തകർക്കാൻ ഈ ഡീകൺജസ്റ്റന്റുകൾ മതി.